മാധവൻകുട്ടി കാണാൻ വന്നു. അങ്ങാടിയിൽ നിന്ന് അറിഞ്ഞു. എന്നോട് സംസാരിക്കില്ല. അപ്പുവേനെ മരിച്ച ഉടനെ അവന്റെ താളം തെറ്റി. അന്ന് ശ്രീദേവിയുടെ കാര്യം ഞാൻ നിർബന്ധിച്ചാണ്. നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവട്ടെ, ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ തന്നെയാണ് ഓരോ അവധി പറഞ്ഞ് മാറ്റിവെച്ചത്. പിന്നെ എല്ലാം കുട്ടിച്ചോറായപ്പോൾ വരുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ്. ആദ്യം അവളുടെ ഭാഗം തിരിച്ച് റേസ് കഴിക്കണം, പിന്നെ കല്യാണം. ഗോപി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ വഴിമാറിയേനെ. സ്വത്ത് വിറ്റ പണം കൊണ്ട് ഹോട്ടലിൽ മുറിയെടുത്ത് സ്ഥിരതാമസമായിരുന്നില്ലേ? ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ ഒരു കൂത്താട്ടം ഞാൻ നേർക്കുനേരെ കണ്ടു. നമ്മളാരും അത്ര സാത്വികന്മാരൊന്നുമല്ലല്ലോ. പക്ഷേ രാജൻ, കുടിയിരിപ്പിൽ പ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രക്ഷയില്ലെന്ന് വന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെയും ചവിട്ടിലെത്തില്ലേ? ഞാൻ പിന്നെയും അവനു വേണ്ടി വാദിച്ചു. വല്യമ്മ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. ശ്രീദേവി അവൾക്കിഷ്ടമായിട്ട് ഇത് നടക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു, ആലോചനയുടെ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചു. ഒരു ചങ്ങാതിയുടെ കടമ വിചാരിച്ചു മാത്രം. നടക്കട്ടെ, നാളെ ഞാൻ അങ്ങോട്ട് വരാം ഓർമ്മിപ്പിക്കാൻ. അത്ര മറവിയൊന്നുമില്ല. അതല്ല, വിസ്റ്റേഴ്സ് ആളും ബഹളും ഒക്കെ ആവുമ്പോ തിരക്കും ബന്ധപ്പാട് ഒഴിവാക്കാനല്ലേ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത്. ഞാൻ എത്തിക്കോളാം. താങ്ക് യു. അച്യുതൻ നായർ കിടന്നില്ലേ? കിടക്കാം. പായ തലയണ എല്ലാം ഉണ്ടോ? അത് ഞാനൊന്നും നോക്കിയിട്ടില്ല. എല്ലാം അവിടെ ഉണ്ട്. സാർ, എനിക്ക് ഒരു സഹായം ചെയ്യണം. സാറിന് അവിടങ്ങളിലൊക്കെ പരിചയക്കാരുണ്ടാവുമല്ലോ. എന്റെ മകനുണ്ട് അവിടെ. ഏത് സ്ഥലത്ത്? അറിയില്ല. പോയ പിന്നെ ഒരു വിവരമില്ല. 2 വണ്ടി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവൻ ഒരുത്തനേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ അവനിവിടെ പഠിക്കാം. ഇവിടെ തന്നെ വല്ല ഉദ്യോഗവും നോക്കാം. പറഞ്ഞാ കേക്കണ്ടേ? ആരൊക്കെയോ പറഞ്ഞ് പിരികേറ്റി അവൻ പോയി. ഞാൻ ഇത്തിരി ഗുണദോഷിച്ചപ്പോ അച്ഛന് മനസ്സുണ്ടെങ്കിൽ ഒരു 2000 ഉറുപ്പ്യ കടം തന്നാ മതി, പലിശ അടക്കം വീട്ടിക്കോളാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? പിന്നൊരു വിവരവും അറിഞ്ഞില്ലേ? പെണ്ണായിട്ട് അവന്റെ അമ്മ കിടപ്പിലായപ്പോ അവളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറെ കളവ് പറഞ്ഞു. കത്തുണ്ട്, പണം വന്നു, വരാൻ പറഞ്ഞ് കമ്പി അടിച്ചൂടെ എന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചോദിച്ചത്. വന്നു എന്നറിയാൻ പിന്നെ ബോധം തെളിഞ്ഞില്ല. അതൊരു ഭാഗ്യായി. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിൽ അന്വേഷിക്കും. തിരിച്ചു ചെല്ലട്ടെ. മകന്റെ പേര്? പി. ചന്ദ്രശേഖരൻ. അന്വേഷിക്കാം. പണം കൊടുത്തു, പിറ്റേന്ന് പുറപ്പെടുകയാണ്. അച്ഛനും അമ്മയും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. അതായിരുന്നു അവസാനത്തെ കത്ത്. കാശും പണവും ആയപ്പോ നാടും വീടും ഒക്കെ മറന്നതാവും. ചിലരങ്ങനെയുണ്ടല്ലോ, ആര് കണ്ടു? ഒരു കമ്പിയുണ്ട്. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ ആയിരിക്കും ശകുനം. എങ്ങോട്ടാണാവോ? എങ്ങോട്ടുമല്ല. പിന്നെ ആര്യാടെ തെങ്ങുംപറമ്പ് കൊടുക്കണുണ്ട്. 1 ഏക്കർ 40 സെന്റ്. 1500 തേങ്ങയ്ക്ക് ആരോടും ചോദിക്കണ്ട. ഞാനങ്ങനെ തടുത്തു പിടിച്ചു വച്ചേക്കുക. നമുക്കൊന്ന് അടിക്കുക. വേണ്ട. അതുപോലൊരു പറമ്പ് ഈ ദേശത്തില്ല. ആചാര്യ ഇത്തിരി ടൈറ്റില്ല. അടിക്കുവാണെങ്കിൽ ഇപ്പൊ അടിക്കണം. എനിക്ക് പറമ്പും വേണ്ട, പാടവും വേണ്ട. അല്പം സ്വൈരം തരൂ. രാജേട്ടാ, 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 എന്നെ അറിയില്ലേ? വടക്കുമുറിയിലെ ചാത്തുകാരുടെ. ഓഹോ, എന്താ? എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു പണിയാക്കി തരൂ. ഇവിടെ മടുത്തു. എത്ര വരെ പഠിച്ചു? SLC തോറ്റു. പിന്നെ പിന്നെ എഴുതി തോറ്റു.
കണക്കിന് ഞാൻ ജയിക്കില്ല. പഠിച്ചാ ഒന്നും തലേ കയറില്ല. ഓഹോ, വേറെ വല്ലതും അറിയൂ? ആശാരിപ്പണി, കൽപ്പണി, കോൺക്രീറ്റ് പണി? അത് നമ്മൾ നായന്മാർക്ക് പറഞ്ഞല്ലോ. എന്നാലേ കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ പഠിക്ക്. ദിവസം 10 രൂപ കിട്ടില്ലേ നാട്ടിൽ? അതും നമ്മൾ നായന്മാർക്ക് പാടില്ലെങ്കിൽ എന്താ വീട്ടുപേര്? ഞാൻ വടക്കുമുറിയിലെ വടക്കുമുറി തറവാട്ടിന്റെ മഹത്വം പറഞ്ഞ് തെക്കും വടക്കും നടന്നു. ഇതൊന്നും വയ്യെങ്കിൽ വരൂ വരൂ. ഇത് വല്യമ്മാവയാണ്. രാജന് ഓർമ്മയുണ്ടാവോ? ഇരിക്കുക. വല്യമ്മയുടെ നേരെ മൂത്ത ആള്. ഇപ്പോ തറവാട്ടിലെ വലിയ കാരണവരെന്നൊക്കെ പറയാം. കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. വല്യമ്മാവ അക്കരെയാണ് താമസം. ഭാര്യ വീട്ടില് കുറച്ച് കൃഷിയുണ്ട്. മേഞ്ചിലവനുള്ളത് തോട്ടത്തിന് കിട്ടും. അങ്ങനെ വല്യമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. വാദത്തിന്റെ അക്ഷര വല്ലാണ്ടുണ്ട്. നടക്കുന്ന വേണം അവിടുന്ന് ഇങ്ങട്ടെ. ഗോപി രാവിലെ ആളെ അയച്ചപ്പോ വരണോ വരണ്ടോ സംശയിച്ചു. ചെറിയൊരു വിശേഷം ഉണ്ടായാൽ മതി. വല്യമ്മയ്ക്ക് എല്ലാരെയും വിളിച്ചു വരുത്തണം. ഏട്ടാ, ഇല വെച്ചിരിക്കുന്നു, എല്ലാരെയും വിളിക്കൂ. പണ്ടൊരു പിറന്നാള് ചോറൂണ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു കല്യാണ സദ്യയുടെ മട്ടൊക്കെ ഉണ്ടാവും. 3 പറ അരി, 2 പന്തിക്ക് ഇരിക്കാൻ ആളകത്ത്, പണിക്കാരുടെ ഒരു പട, സർവാണി സദ്യക്ക് കൂടി വലിയ പടം. എനിക്ക് രാജന് 100 കൂട്ടം തിരക്കുണ്ടാവും. 3 മണിക്ക് എന്റെ വക്കീലും വരും. കൃഷ്ണമ്മാവന്റെ ആത്മാവായി ഇവന്. എല്ലാ കോടതിയിലും കേസുണ്ടെങ്കിൽ സന്തോഷായി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴി ഒപ്പമാണെന്ന് ചിലർ പഠിക്കണം. കരിങ്കറപ്പാടം ഒഴിപ്പിച്ചു വാങ്ങാനാവില്ലെന്ന് എത്ര പേര് പന്തയം വെച്ചു. ഇപ്പോഴോ? കേസിന് ചിലവായ പണം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി ഭൂമി വാങ്ങായിരുന്നു. കോടതിക്കാര്യം തുടങ്ങിയാൽ ഊണിന്റെ സമയം തെറ്റും. എണീക്കണുണ്ടോ? നമുക്കുണ്ണാം. ഞാൻ മേനത്തിരിക്ക് എവിടേക്ക് നടന്നു? നിനക്ക് നിന്റെ കാശ് വേണം അല്ലേ? എത്രയാ വാങ്ങിയത്? 50. 50 കൂടി എടുക്ക്. തെക്കേ അതിരിലെ മാവിന് 150 പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. നീ 100 എടുത്തോ. കാശെടു. അതിനു മേനെ അത് മരപ്പണിക്കുള്ള തലയെ കെട്ടഴിച്ച് വർത്തമാനം പറ. കാശും പണവും ഇല്ലെങ്കിലും ഞാൻ ഇപ്പോഴും മേലേപ്പരയിലെ മാധവൻകുട്ടിയാനാണ്, അറിയോ? കച്ചവടക്കാരെ കണ്ടുപിടിക്കാൻ നേരമില്ല. നഷ്ടം ഞാൻ സഹിച്ചോളാം. 50 തന്ന് കണക്ക് തീർത്തോ, മാവ് മുറിച്ചു വിറ്റോ. ഉള്ളതെട്. ബാക്കി എപ്പോഴാ എത്തിക്കാം? 100 രൂപയ്ക്കൊന്നും ഇല്ലാട്ടോ മേനെ മാവ്. കടന്നു പോടാ. എടാ കുഞ്ഞിക്കോന, എവിടെ ആയിരുന്നടാ നായ ഇത്ര നേരം? ഒരു കുപ്പി വാങ്ങിക്കൊണ്ട് വാ. അവിടെ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിൽ അതും. ഓടാ. കുറച്ചുകൂടി വേണ്ട, എനിക്ക് സ്വതവേ മധുര അത്ര ഇഷ്ടമല്ല. വല്ലപ്പോഴും അല്ലേ കഴിക്കുമെന്ന്. നാടൻ സദ്യ ദുബായിൽ കിട്ടില്ലല്ലോ. മധുരം തുടരുതെന്ന് ആ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊന്നും നോക്കാറില്ല. നീ എപ്പോ വന്നു? കുറച്ചേരെ. തറവാട്ടിലെ വല്യമ്മയുടെ ക്ഷണം. ഉണ്ണാൻ പോയി. കൂട്ടരാകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ആ പെൺകുട്ടിയുടെ കാര്യമാണ് കഷ്ടം.
പഴയ പ്രതാപൻ രക്ഷിച്ചെടുക്കാൻ ഗോപിയും കുറെ പാടുപെടുന്നുണ്ട്. വലിയ കാരണവരും വന്നിരുന്നു. നടക്കട്ടെ, വാ, അങ്ങനെ തിരക്ക് കൂട്ടിയാലോ? വയലിൽ പണിക്കാരുണ്ട്. ഞാൻ 10 മണിക്ക് വന്ന് ഇരിപ്പാണ്. ഇത്രയും വൈകിയില്ലേ? വാ. പോട്ടെ, ഞാൻ പിന്നെ വരാം. ആരൊക്കെ വരുന്നുണ്ട്? വരട്ടെ. ഇരിക്കൂ, ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കൂ. ഫർണിച്ചറൊന്നും എത്തിയിട്ടില്ല. ഇരിക്കൂ. വിശേഷിച്ച് എന്തിനാ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതല്ലേ? തുറന്നങ്ങോട്ട് പറയാലോ. തറവാട്ടിലെ ശ്രീദേവി കുട്ടിയുടെ കാര്യ. 10-24 വയസ്സായി. ഞങ്ങൾക്കൊക്കെ സന്തോഷം. പോണേന് മുമ്പ് തന്നെ അതങ്ങോട്ട് നടത്താം. പഴയ കാലത്ത് ആന ഉണ്ടായിരുന്നു, അമ്പാരി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇരിക്കാം. സ്ഥിതി ആകപ്പാടെ മോശ. അതിനെ നല്ലൊരാൾക്ക് പിടിച്ചു കൊടുത്താൽ അതെങ്കിലും രക്ഷപ്പെട്ടു സമാധാനിക്കാലോ. രാജന് ശ്രീദേവി കുട്ടിയെ നന്നായി അറിയാലോ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം സൂചിപ്പിച്ചപ്പോ വാക്കുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ഛന് തെണ്ണായ പിന്നെ അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോഴാണ്. പക്ഷേ ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, ലീവ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോ ഉറപ്പിച്ചാൽ ഞങ്ങൾക്കും ചിലതൊക്കെ ഒരുക്കണല്ലോ. ഞാൻ പറയാം പിന്നെ. നടന്നോളൂ, ഞാൻ ഒപ്പം എത്തി. ഇത് സീതയുടെ മാത്രം കാര്യമല്ല. രാജൻ ബന്ധുവാണെന്ന് വന്നാൽ കുറച്ചു കാലത്തേക്കെങ്കിലും എനിക്ക് സ്വൈര്യം കിട്ടും കടക്കാരിൽ നിന്ന്. വേണ്ട, എനിക്ക് രാജന്റെ പണം വേണ്ട. അച്ഛൻ തലയ്ക്ക് വെളിവില്ലാതെ ചെയ്തു വെച്ച വിട്ടിത്തരങ്ങൾക്കൊക്കെ ഞാൻ സമാധാനം പറയണമല്ലോ. അതൊരു ഭാഗത്ത് കിടക്കും. അവളൊന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ കോടതി കയറിയാലും പാപ്പരായാലും എനിക്കൊന്നുമില്ല. ഞാൻ കടം ചോദിക്കില്ല. ഭയപ്പെടണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ആ നരകത്തിൽ നിന്ന് എന്റെ പെങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. ഞാൻ നടക്കുന്നു. ഞാൻ ആലോചിക്കട്ടെ ഗോപി. ഒരു കമ്പിയുണ്ട്, ഞാൻ ഒപ്പിട്ട് കൊടുത്തു. വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ദുബായിൽ നിന്നാണോ? അല്ല, ഒരു ഫ്രണ്ടിന്റെ, ഏറ്റുമാനൂരുള്ള ഒരു ഫ്രണ്ടിന്റെ. ചെന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇരുപത്തിമൂന്നാം തീയതി ലീവ് കഴിയുന്നു. മാലതി. നിനക്ക് കടങ്കഥകൾ അറിയാമോ? കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞു കളിച്ചിരുന്ന കടങ്കഥകൾ. പഴയൊരു സ്വപ്നം വേണോ, പുതിയൊരു യാഥാർത്ഥ്യം വേണോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല. നീ പുസ്തകത്തിലെ വരവ് ചിലവ് കണക്കാണ്. നിന്റെ വാപ്പ ഒരു പഴഞ്ചൊല്ല്. ഞാനിപ്പോ ശരിക്കും ഒരു കടങ്കഥയായി മാറിപ്പോയി. അത്ഭുതം. എന്തേ ഇന്ന് പതിവില്ലാതെ പുറത്തിറങ്ങാൻ? 30 തിങ്കളാഴ്ചയല്ലേ, മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് തൊഴണ്ടേ? ഗണപതി അമ്പലത്തില് പ്രത്യേക ഒരു വഴിപാട് കഴിക്കാൻ ഏട്ടനും പറഞ്ഞു. ഗോപിക്കും ഭക്തിയുടെ സൂക്കട് തുടങ്ങി. ഏതോ വലിയ കേസിന്റെ വിധി പറയുന്നത് ഇന്നാണത്രേ. ഇന്നലെ തന്നെ പോയിരിക്കണം. വലിയ കേസ്? എനിക്കറിഞ്ഞൂടാ. ഒന്നല്ലെങ്കിൽ ഒന്ന്. എന്ന് വെച്ചാൽ തറവാട് വീട്ടിന്മേലും ജപ്തി വരും എന്നൊക്കെ പറയണ കേട്ടു. എന്നോടൊന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല.
നടക്കട്ടെ. അച്ഛന് ധാരയ്ക്ക് ആളുകൾ വരാൻ നേരായി. ദേവി, ഒന്നുമില്ല, നടന്നോളൂ. തിരക്കാണോ? അല്ല. ഒരു കാര്യം പറയാനുണ്ട്, വാ. നിന്റെ വാപ്പ പറഞ്ഞു ഫലിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. വധു പുത്തങ്കളത്തിൽ ശ്രീദേവി. വരന്റെ പാർട്ടിയിൽ പോകാൻ ഇവിടെ ആരുമില്ല, നീ ഒഴികെ. പുത്തങ്കളത്തിലെ കാരണവന്മാരും നാട്ടുകാരും പറയുമ്പോ എന്താ വിശേഷം? ക്ഷണിക്കാൻ പിന്നെ വരുന്നുണ്ടുമ്മ. എനിക്കൊരു കല്യാണാലോചന നടത്തണം. ദേ ഇവിടെ ഒരുത്തനുണ്ട്, അവന്റെ കാര്യം അന്വേഷിക്കണ്ടാക്ക്. അതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടാ? അബു വരുന്നു? ഇരിക്കണില്ലേ? പിന്നെ വരാം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഒരു ലിസ്റ്റ് എടുത്ത് വാങ്ങിച്ചോണ്ട് വരണം. അതൊക്കെ അച്ഛനായിരുന്നു നോക്കിക്കൊണ്ട്. ഇവിടുത്തെ ഏർപ്പാട് എന്തൊക്കെയാ വേണ്ടതാവോ? ഇവിടെ വിശേഷിച്ചൊന്നുമില്ല. അല്ല, പാർട്ടി സദ്യ അങ്ങനെ വല്ലതും? ഒന്നുമില്ല. എനിക്ക് ആരുമില്ല കുറുപ്പേ ഇവിടെ. അല്ല, ചങ്ങാതിമാർ പുറത്തല്ലേ, സൽക്കാരവും സദ്യ അവിടെ ചെന്നിട്ടായാലും മതി. ദൂരത്തുനിന്ന് കാണാമെന്ന ആളാ. പിന്നെ കുറുപ്പേ, ശ്രീദേവിയുടെ പാസ്പോർട്ടിന്റെ കാര്യം. ഗോപിക്ക് എറണാകുളത്തൊക്കെ പരിചയമുള്ളതല്ലേ, വേഗം ശരിയായിക്കോട്ടെ. മനസ്സിലായില്ല? ഏറ്റുമാനൂരിന്നാണ്. മകള് പറഞ്ഞിട്ട് വിവരമൊക്കെ അറിയാം. മാലതി. ഇത് അടുക്കളയിൽ കൊണ്ടുവിടും. അടുക്കളയിൽ. ഇത് ഈ മുറിയിലൂടെ കേട്ടോ. ഇത് അടുത്ത മുറിയിൽ. അവൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തന്നെ വന്നത്. നാട്ടുനടപ്പ് അങ്ങനെയല്ലെങ്കിലും. അവസാനം രാജൻ പറഞ്ഞിടത്തേക്ക് എന്നെ വന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മതി എല്ലാവരും സമ്മതിച്ചു. ബുദ്ധിമുട്ട് കുറയുമല്ലോ.